ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. മുട്ട വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ചെയ്യുന്നത്. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, ഞാനിതൊരു ചൈനീസ് ചാനലിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് തോന്നി, അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കിത് സ്നാക്കായിട്ട് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവറാണ്. അപ്പം ഞാനൊരു 1/2 കപ്പ് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് വേണം നമ്മുടെ ഈ ബാറ്റർ കിട്ടാൻ. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിനാണ് നമുക്ക് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവറോ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗോ ഇല്ലെങ്കിൽ സാധാ കവറോ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പം പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുകയല്ലേ, അതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനി ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് അടുപ്പത്ത് എണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ബാഗിൽ നിറച്ചില്ലേ, ആ ബാറ്റർ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നാവും, അധികം ടൈമൊന്നും വരില്ല. അപ്പോൾ ഒരു ഗോൾഡൻ കളറായാൽ മതി. അപ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്ത ബാച്ച് നമുക്കിതുപോലെ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതുണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്നാവും. അതുപോലെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇപ്പോൾ നമ്മുടെ അടുത്ത ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വളരെ ക്രിസ്പി ആയിട്ടുള്ള എഗ് ബബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എന്തോരം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടില്ലേ, നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതെന്തായാലും നമ്മുടെ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.